ഹലോ മൈ ഡിയേഴ്സ്, ഞങ്ങൾ മൈസൂരത്ത് രണ്ടാമത്തെ ദിവസത്തെ രാവിലെ ആയിട്ടോ. അപ്പോൾ രാവിലെ തന്നെ ഞങ്ങൾക്ക് 9 മണിയാകുമ്പോൾ അവിടെ ചെസ് നടക്കുന്ന ഹോളിലെത്തണം. അപ്പോൾ ഞങ്ങൾ ഒരു 7:30 എണീറ്റ് ഒരുങ്ങി ഡ്രസ്സൊക്കെ മാറി ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് അങ്ങ് പോകാൻ തിരിച്ചു. അപ്പോൾ ഞാനത് ജസ്റ്റ് എൻ്റെ ഒരു മേക്കപ്പ് നിങ്ങളെയും കൂടെ ഒന്ന് കാണിച്ചു തന്നാളെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഷൂട്ട് ചെയ്തത് കേട്ടോ. അപ്പോൾ ഞാൻ ഫസ്റ്റ് തന്നെ മുഖത്ത് തൂക്കുന്നത് മോയ്സ്ചറൈസർ, ലാക്മിയുടെ ഒരു മോയ്സ്ചറൈസർ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാനത് തിരുമ്പ് നോക്കിയിട്ട് വാങ്ങും. അത് എന്താണ് മുഖത്ത് തൂക്കുമ്പോൾ എനിക്ക് എന്തൊരു ഇഷ്ടമാണ്. അപ്പോൾ ഞാനത് രാവിലെ മോയ്സ്ചറൈസറായിട്ട് അത് എടുത്തു. അത് കഴിഞ്ഞ ശേഷം ഇതൊരു ഫെയർ ആൻഡ് ലവ്ലിയുടെ BB ക്രീമാണ്. അല്ലാതെ ഫൗണ്ടേഷനൊന്നും ഞാൻ യൂസ് ചെയ്യുന്നില്ല. ഫെയർ ലവ്ലിയുടെ BB ക്രീമുണ്ട്. അപ്പോൾ അത് ഫൗണ്ടേഷനും എല്ലാത്തിനും കൂടി ആയിക്കോളും. ഒത്തിരി ഹെവി ആയിട്ടൊന്നും മേക്കപ്പ് ചെയ്തിട്ട് പോകേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ അത് ഞാൻ ലൈറ്റായിട്ടൊന്ന് മുഖത്തെല്ലാം ഇട്ട് കൊടുത്തു. ബ്രഷും കാര്യങ്ങളൊന്നും ഉപയോഗിക്കാൻ എനിക്ക് അങ്ങനെ ഭയങ്കര ഇഷ്ടമില്ല കേട്ടോ. അപ്പോൾ ഞാൻ കൈ കൊണ്ട് തന്നെ എല്ലാം നല്ലോണം അപ്ലൈ ചെയ്ത് അങ്ങ് ചെയ്ത് കൊടുക്കും. മുഖത്തൊക്കെ എന്താ നല്ലോണം തൂത്ത് ഇതാക്കി എടുക്കണം കേട്ടോ. കാരണം എവിടെയും എന്താ പറയുക പറ്റി പിടിച്ചിരിക്കാൻ അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല. പിന്നെ മോയ്സ്ചറൈസർ നമ്മൾ ഓൾറെഡി ഇട്ട് കൊടുക്കുന്നതുകൊണ്ട് മോയ്സ്ചറൈസർ അത്യാവശ്യം നല്ലോണം തന്നെ ഇട്ട് കൊടുത്തേരും കേട്ടോ. അന്നേരം ബാക്കി എല്ലാ സാധനങ്ങളും നമ്മൾ മുഖത്തിടുമ്പോൾ നല്ലോണം അത് പിടിച്ചിരുന്നോളും. പിന്നെ എൻ്റെ കണ്ണിൻ്റെ താഴെ ചെറുതായിട്ടൊരു കറുപ്പുണ്ട്. അപ്പോൾ ഞാൻ അത് മാറ്റാൻ വേണ്ടി എൻ്റെ കയ്യിൽ ഹ്യുദ ബ്യൂട്ടിയുടെ ഒരു കൺസീലർ ഉണ്ടായിരുന്നു. നല്ല കൺസീലർ കേട്ടോ, എനിക്കിഷ്ടം അത്. അത്യാവശ്യം നമ്മുടെ എന്താ പറയുക ഇതൊക്കെ അങ്ങ് മറിഞ്ഞ് ഇരുന്നോളൂ. അപ്പോൾ ഞാനത് കണ്ണിൻ്റെ താഴെ മാത്രം ഒന്ന് ലൈറ്റായിട്ട് ഇട്ട് കൊടുത്തിട്ട്, ഒത്തിരി ഇതായിട്ട് ഇടണ്ട, ലൈറ്റായിട്ടൊന്ന് ഇട്ടാൽ മതി. പിന്നെ എന്താ പറയുക ഇപ്പം ഞാൻ ചെയ്യുന്നത് എൻ്റെ ഇഷ്ടത്തിനും എൻ്റെ എന്താ പറയുക അങ്ങനെ ചെയ്യുന്നില്ല. അതിപ്പം ശരിക്കും പ്രൊഫഷണലായിട്ട് ഇങ്ങനെ ചെയ്യുന്ന ആണോയെന്ന് എനിക്കറിയത്തില്ല. നമുക്ക് ഓരോരുത്തർക്കും ഓരോരോ സ്റ്റൈലുണ്ടല്ലോ. അതുപോലെ എൻ്റെ ഒരു ശൈലിക്കനുസരിച്ച് ഞാൻ ചെയ്യുന്ന. പിന്നെ ഇത് ലാക്മിയുടെ തന്നെ കോമ്പാക്റ്റ് പൗഡർ, അതും കൂടി ഞാൻ ജസ്റ്റ് ഒന്ന് അതിൻ്റെ പുറത്തോട്ടൊന്ന് ആക്കി ഇട്ട് കൊടുത്തു കേട്ടോ. കാരണം എനിക്ക് എപ്പോഴും എത്രയൊക്കെ മേക്കപ്പ് ചെയ്താലും മുഖം ഇച്ചിരി ഡ്രൈ ആയിട്ടിരിക്കുന്ന ഇഷ്ടം, ഓയിലി ആയിട്ട് അങ്ങനെ ഇരിക്കുന്നത് എനിക്ക് ഇഷ്ടമില്ല. പിന്നെ അപ്പോഴേ ഞാൻ അവിടെ എഴുതിയിരിക്കുന്നുണ്ട് സിന്ദൂരിരിക്കുന്നത്. അപ്പോൾ ഞാൻ വേഗം അതും അങ്ങ് വരച്ചു. ഞാൻ എപ്പോഴും മുടി ചെയ്യുന്നതിന് മുമ്പേ സിന്ദൂരം ഇടും, സിന്ദൂരം വരയ്ക്കും കേട്ടോ. അത് വരച്ചതിന് ശേഷം സിന്ദൂരം എപ്പോഴും ഇടാറില്ല, ഇടയ്ക്കൊക്കെ ഒരു ആഗ്രഹമൊക്കെ ഒരു മങ്ങിടും. എന്നിട്ട് അത് പക്ഷേ മുടി ഇരുന്നതിൻ്റെ മുമ്പ് ഇടും കേട്ടോ. എന്നിട്ടേ ഞാൻ മുടി ചെയ്യത്തുള്ളൂ. എനിക്ക് അതായത് താല്പര്യം. പിന്നെ ഞാൻ ജസ്റ്റ് ഒന്ന് ഐബ്രോ ഒന്ന് എന്താ പറയുന്നത് ജസ്റ്റ് കറുപ്പിച്ച് കൊടുത്തു. ഒത്തിരി ഒന്നും ചെയ്യുന്നില്ല. എന്താ പറയുക അതിൻ്റെ ആ വാലറ്റത്ത് കുറച്ച് ഇത് കുറവുള്ളതുകൊണ്ട്, കട്ടി കുറവുള്ളതുകൊണ്ട് അവിടെ ഒന്ന് ഇതാക്കിയിട്ട് കൊടുത്തു, അത്രേ ഉള്ളൂ കേട്ടോ. അത് ആക്കിയിട്ട് അത് ഞാൻ തന്നെ തൂത്തും കളയുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് രണ്ട് കണ്ണും ഒന്ന് എഴുതി കൊടുത്തു. കണ്ണിൻ്റെ മേലെ ഞാൻ എഴുതുന്നില്ല, കാരണം എനിക്ക് ഇഷ്ടം എഴുതാൻ. പക്ഷേ ഇന്നിപ്പോൾ ഞാൻ പോട്ടെ, കണ്ണിന് താഴെ മാത്രം മതി എന്ന് വിചാരിച്ചിട്ട് ഞാൻ എൻ്റെ കയ്യിൽ മറ്റേ ഐക്കോണിക് കാജൽ ഉണ്ടായിരുന്നു, അത് ഏതിൻ്റെയാണെന്ന് ഞാൻ മറന്നുപോയി. അത് വെച്ചിട്ട് നല്ലോണം ഒന്ന് എഴുതി കൊടുത്തു. ഞാൻ ഐക്കോണിക് കാജൽ വെച്ച് എഴുതിയാലും അതിൻ്റെ പുറത്ത് ഒന്നും കൂടി ഐലൈനർ കൂടെ ഒരു കുഞ്ഞു വരയൊക്കെ വരയ്ക്കും കേട്ടോ. എന്നാലേ എനിക്കൊരു സമാധാനമുള്ളൂ. എന്നാൽ കാജൽ അവിടെ ഇളകി പോകാതിരിക്കണമെങ്കിൽ ഐലൈനർ വേണം എന്നുള്ള രീതിയിൽ എനിക്ക് അത് ഓരോരുത്തരുടെ ഇഷ്ടം. അത് ഐലൈനർ ഇടുന്നുണ്ടെങ്കിൽ ഇടാം, ഇടണമെങ്കിൽ ഇടണ്ട, അത്രേ ഉള്ളൂ. കാരണം ഐലൈനർ ഇടേണ്ട ആവശ്യമൊന്നുമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം കാജലിനെ നല്ല കറുപ്പിടത് അങ്ങനെ സ്പ്രെഡ് ചെയ്യുന്നൊന്നുമല്ല. പിന്നെ നമ്മൾ ഓൾറെഡി അങ്ങനെ ഇട്ട് ശീലിച്ചുകൊണ്ട് ഞാൻ അതും കൂടി ഒന്ന് കാജലിൻ്റെ പുറത്തങ്ങ് ഇട്ട് കൊടുത്തോട്ടെ. പിന്നെ ഇത് മസ്കാരയാണ്. മസ്കാര സാധാരണ ഞാൻ യൂസ് ചെയ്യുന്നത്. ഇതിപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം ഇങ്ങനെ പോയപ്പം വാങ്ങിയതാണ്. ഒരു കല്യാണം ഉണ്ടായിരുന്നു കസിന്, ആ സമയത്ത് ഞാൻ മസ്കാര വാങ്ങി. പക്ഷേ സൂപ്പർ കേട്ടോ മസ്കാര. നമ്മുടെ കണ്ണിന് ഇടാത്തവരൊക്കെ ഉണ്ടെങ്കിൽ അത് ഒന്ന് യൂസ് ചെയ്ത് നോക്കണം കേട്ടോ. നമുക്ക് എന്താ പറയുക നമ്മൾ ഈ മേക്കപ്പ് ചെയ്തിട്ട് ഇതും കൂടി ഒന്നായി നല്ല അടിപൊളിയായിരിക്കും. നമ്മുടെ കണ്ണൊക്കെ നല്ലൊരു ഫിനിഷിങ് ഉണ്ടാവും കേട്ടോ. കണ്ണൊക്കെ നല്ല വിടർന്നിരിക്കും മസ്കാരയൊക്കെ ഇട്ട് കൊടുക്കണമെങ്കിൽ. ആ ഉള്ള കൺവീലി ആണെങ്കിൽ നല്ല വൃത്തിക്ക് ഇരിക്കുന്നോളും. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ എപ്പോഴും എവിടെ പോകാനാണെങ്കിലും മസ്കാരേനെ എന്തായാലും ഒഴിവാക്കാറില്ല കേട്ടോ. അപ്പോൾ ഇത് യൂസ് ചെയ്യാത്തവരൊക്കെ ആണെങ്കിൽ ഒന്ന് വാങ്ങിയിട്ട് ഒരു പ്രാവശ്യം ഒന്ന് യൂസ് ചെയ്തൊക്കെ നോക്കുക കേട്ടോ. നല്ല അടിപൊളിയാണ്. അപ്പോൾ ഞാനിങ്ങനെ ഇട്ടിട്ട് നോക്കുക എങ്ങനെയുണ്ട്, ശരിയായോ. താഴെ മുകളിലൊക്കെ ഞാൻ ഇട്ടു കൊടുത്തു. താഴെ ജസ്റ്റ് ഇതാക്കി കൊടുത്തതുള്ളൂ. മുകളിൽ അത്യാവശ്യം നല്ലോണം ഞാൻ ഇട്ട് കൊടുത്തു. പിന്നെ ഞാൻ ചെറിയൊരു റൗണ്ട് ഷേപ്പിലൊരു ബ്ലാക്ക് പൊട്ടും കുത്തി കൊടുത്തു. പൊട്ട എനിക്ക് കല്ലുള്ള പൊട്ടൊക്കെ എനിക്കിഷ്ടമാണ്. പിന്നെ ഞാൻ കൂടുതലും ഇങ്ങനത്തെ ബ്ലാക്ക് കളർ കുഞ്ഞ് കറുത്ത പൊട്ടില്ലേ, അതല്ലെങ്കിൽ മെറൂൺ, അതൊക്കെ തൊട്ടുള്ളൂ. പിന്നെ ലിപ്സ്റ്റിക്ക് ഇട്ടില്ലെങ്കിൽ പിന്നെ എന്ത് മേക്കപ്പിന് എന്താ പറയുക, എന്തൊക്കെ ചെയ്താലും ലിപ്സ്റ്റിക്ക് ഇട്ടില്ലെങ്കിൽ പിന്നെ ഒന്നും പറയണ്ട. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് ലിപ്സ്റ്റിക്ക് ഇടാം. പക്ഷേ എനിക്കിങ്ങനെ എൻ്റെ ലിപ് ഷെയ്ഡ് ഏതാണെന്നൊന്നും അങ്ങനെ കണ്ടുപിടിക്കാനൊന്നും അറിയത്തില്ല. പിന്നെ ഞാൻ എങ്ങനെയൊക്കെ കണ്ടുപിടിച്ചു വരയ്ക്ക് ഒരു ലിപ്സ്റ്റിക്ക് ഞാൻ വാങ്ങിയിട്ടുണ്ട്. പക്ഷേ എനിക്കിത് കുഴപ്പം ഈ വീഡിയോ കാണുന്നതിൽ അത്രയ്ക്കൊന്നുമില്ല കേട്ടോ. വീഡിയോയിൽ കുറച്ച് ഫിൽറ്ററും കൂടി ആഡ് ചെയ്ത് അങ്ങനെ വരുമ്പോൾ ഭയങ്കര കളർ തോന്നുന്നു. പക്ഷേ നേരിട്ട് കാണാൻ കുഴപ്പമൊന്നുമില്ല കേട്ടോ, നല്ലതാണ്. പണ്ടൊക്കെ എനിക്ക് ലിപ്സ്റ്റിക്ക് ഇടാൻ വേണ്ടി ഭയങ്കര നാണക്കേടായിരുന്നു. കാരണം ഞാൻ ഓൾറെഡി ലിപ്സ്റ്റിക്കൊക്കെ ഇട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് വഴിക്കുന്ന ആരെങ്കിലും കാണുമെന്നോ കുറച്ച് ഞാൻ അതെല്ലാം തൂത്ത് കളഞ്ഞിട്ട് അങ്ങ് പോകും കേട്ടോ. എന്തിനാ പിന്നെ ലിപ്സ്റ്റിക്ക് ഇടുന്നുണ്ട്. ഇപ്പം പിന്നെ എനിക്ക് അങ്ങനെ കുഴപ്പമൊന്നുമില്ല. നമ്മളെന്തിനാ മറ്റുള്ളവരെ നോക്കാൻ നടക്കുന്ന ആവശ്യം, നമുക്ക് ഇടാണെങ്കിൽ നമുക്ക് ഇടുക, അങ്ങ് നടക്കുക, അത്രമാത്രം. അപ്പം ഞാനിപ്പോൾ നല്ല അടിപൊളിയായിട്ട് ലിപ്സ്റ്റിക്കൊക്കെ ഇട്ട് എവിടെയും പോകുമ്പം ഇറങ്ങാറുള്ളൂ കേട്ടോ. പിന്നെ കമ്മലിട്ടു. ഈ കമ്മൽ എനിക്ക് ഭയങ്കര ഇഷ്ടം. കുറേ നാൾ 2-3 മാസം ഈ കമ്മൽ വാങ്ങിയിട്ട് അന്ന് തൊട്ട് ഇന്ന് വരെ എവിടെ പോയാലും ഈ കമ്മലിന് ഒഴിവാക്കിയിട്ടൊരു കളിയില്ല കേട്ടോ. എനിക്കൊരു സാധനം ഇഷ്ടപ്പെട്ടാൽ പിന്നെ അത് തന്നെ ഉപയോഗിച്ചുകൊണ്ടിരിക്കും.
മുടി സെറ്റ് ചെയ്യാനാണ് ഭയങ്കര പാട്. എങ്ങനെ ഈരിയാലും എനിക്ക് ഒരു സമാധാനം ഉണ്ടാവില്ല. അവസാനം പല പല രീതിയിൽ ഈര് നോക്കിയിട്ട് അവസാനം എൻ്റെ എപ്പോഴും ഉള്ള സ്റ്റൈലാണോ അതുപോലെ ഈരിട്ട് അങ്ങ് നോക്കും. വാച്ച് ഇട്ട് കഴിഞ്ഞപ്പോഴേക്കും മേക്കപ്പ് ഏകദേശം കംപ്ലീറ്റ് ആയി കേട്ടോ. അപ്പം എൻ്റെ ഡ്രസ്സ് എങ്ങനെയുണ്ട്, എൻ്റെ മേക്കപ്പ് ലുക്ക് ഇഷ്ടമായെന്നൊക്കെ നിങ്ങളെല്ലാവരും കമൻറ്റിലൂടെ പറയണം കേട്ടോ. ഈ ഡ്രസ്സ് കഴിഞ്ഞ വർഷം എൻ്റെ ബർത്ത്ഡേക്ക് എനിക്ക് ചേട്ടൻ എടുത്തു തന്ന ഡ്രസ്സ് മാക്സിമം എടുത്തു കേട്ടോ. അപ്പോൾ ഇത്രയുള്ളത് ചെറിയൊരു